ജീവിതം സാക്ഷി ജീവിതം സാക്ഷി. കൈരളി ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും ജീവിതം സാക്ഷിയിലേക്ക് സ്വാഗതം. ബഹുമാനപ്പെട്ട ജഡ്ജിംഗ് പാനലിന് എൻ്റെ നമസ്കാരം. ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത് സൂര്യ, ആനാട് നിന്നും വന്നിരിക്കുന്ന സൂര്യയാണ് പരാതിക്കാരിയായി ഇവിടെ വന്നിട്ടുള്ളത്. നമുക്ക് ചോദിക്കാം സൂര്യയുടെ കഥ. സൂര്യ വരൂ. ഇതു ജീവിതം ജനിമൃതികൾക്കിടയിൽ ഒരു കെട്ടുകഥയോ എന്ന് സംശയിച്ചു പോകും സൂര്യയുടെ ജീവിതകഥ കേട്ടാൽ. കേവലം 22 വയസ്സിൽ ഒരു ജന്മത്തിന്റെ ദുഃഖങ്ങളും ദുരിതങ്ങളും ഏറ്റുവാങ്ങേണ്ടി വന്നു അവൾക്ക്. 15 വയസ്സ് തികയും മുൻപ് തന്നെ ദാമ്പത്യ ജീവിതത്തിലേക്ക് പദമൂന്നി. പക്ഷെ ആ ബന്ധത്തിന് ഏറെ ആയുസ്സുണ്ടായില്ല. ഭർത്താവിന്റെ മദ്യപാനത്തിലും നിലതെറ്റിയ ജീവിതത്തിലും മനമെടുത്ത സൂര്യ ഒടുവിൽ സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു പോന്നു. എന്നെങ്കിലും മനസ്സുമാറി തന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ ഭർത്താവ് എത്തുമെന്നായിരുന്നു അവളുടെ പ്രതീക്ഷ. ഒടുവിൽ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു. സൂര്യയുടെ പൊള്ളുന്ന അനുഭവ സാക്ഷ്യങ്ങൾക്കായി നമുക്ക് കാതോർക്കാം. ആനാടെന്ന് പറയുന്നത് നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് എത്ര ദൂരമുണ്ട്? ആനാടെന്ന് നെടുമങ്ങാടിന് അപ്പുറമാണ്. നെടുമങ്ങാട്ടിനപ്പുറം. എനിക്കൊരു 2.5 വയസ്സായപ്പോ തൊട്ട് അവിടെയാണ്. ഇന്നുണ്ടായിരുന്നത് അച്ഛനുണ്ടായിരുന്നു, അനിയത്തി, അമ്മയുടെ അമ്മ. ഇത്രയും ഞങ്ങൾക്കുള്ളൂ, അല്ലാതെ വേറെ ആരുമില്ല. അപ്പോഴും അച്ഛനെന്ന് വെച്ചാല് ഭയങ്കരമായി ഉപദ്രവിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഓവറായിട്ട് കുടിക്കുക, പിന്നെ ഉപദ്രവിക്കുക. അല്ലെങ്കിൽ ഒരു ദിവസം ജോലിക്ക് പോകും, ജോലിക്ക് പോയാൽ അന്നത്തെ ദിവസം നല്ലതുപോലെ നോക്കും. അരിയായാലും സാധനമായാലും എല്ലാം നല്ലതുപോലെ നോക്കും. പക്ഷേ 50 രൂപയ്ക്ക് കുടിച്ചുകൊണ്ട് വന്നിട്ട് 250 രൂപയുടെ ആ മട്ടും ഭാവമൊക്കെ കാണിച്ച് എപ്പോഴും അടിയും വഴക്കുമാണ്. പിന്നെ കൂടുതൽ ഈ പൂജയും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പുള്ളിക്കാരന്. എന്നിട്ട് രാത്രി 12 മണിക്ക് തുള്ളല്, അല്ലെങ്കിൽ ഭദ്രാളി വരുന്നു, യക്ഷി വരുന്നു എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ പേടിപ്പിക്കുക. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളിൽ എൻ്റെ അമ്മ അവിടെ ഇവിടെയൊക്കെ ഓടി ഒളിച്ചിരിക്കുക. അല്ലെങ്കിൽ ഞങ്ങൾ 2 കുട്ടികൾ മാത്രമേ ഉള്ളൂ. അന്നൊന്നും ഈ കറണ്ട് ഇല്ല, ചിമ്മിനി വെട്ടത്തിലാണ് നമ്മൾ വന്നിരുന്നത്. അപ്പോഴേ എൻ്റെ അമ്മയ്ക്ക് സഹോദരങ്ങളാരുമില്ല, അമ്മ ഒരാളേ ഉള്ളൂ. അപ്പം ഞങ്ങൾക്ക് ചോദിക്കാനും പറയാൻ ആരും ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെ അച്ഛന് അപ്പോൾ തോന്നിയതുപോലെ കാണിക്കാമല്ലോ എന്നുള്ളതായിരുന്നു. ഈ 2 സെൻറ്റിൽ തന്നെ ഒരുപാട് പക്ഷിയും മൃഗാദിയും ഇത് എല്ലാം അച്ഛന് ഭയങ്കര ഇഷ്ടമാണ്. അതെല്ലാം വാങ്ങിച്ച് അതിനെല്ലാം ആഹാരം കൊടുത്ത് നല്ല ഇതായിരിക്കണം. അച്ഛൻ വരുമ്പോൾ നമ്മളും ആ പക്ഷി മൃഗാദികളും ആഹാരം കഴിച്ചിരിക്കണം. അമ്മ കഴിച്ചോ അത് അച്ഛനറിയണ്ട, പക്ഷേ ഇതെല്ലാം കഴിച്ചിരിക്കണം. അല്ലെങ്കിൽ എന്നും എടുത്തിട്ട് അമ്മ അടിക്കും. ഞാൻ കാണുന്നതെല്ലാം അമ്മയുടെ കരച്ചിൽ തന്നെയാണ്. ഞാൻ സ്കൂൾ വിട്ട് വരുമ്പോഴൊക്കെ അമ്മ ഒന്നി കരഞ്ഞുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും എവിടെയെങ്കിലും ആലോചിച്ചുകൊണ്ടിരിക്കുക. അന്നേ അമ്മ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഞങ്ങൾക്ക് പക്ഷേ അച്ഛൻ ഒരുപാട് പ്രോത്സാഹനം തരുമായിരുന്നു. എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് എവിടെ വേണോ പോയി ഏത് സ്റ്റേജ് പ്രോഗ്രാമിലും കുട്ടികളായിരിക്കുമ്പോഴേ നമ്മൾ കഥകളി അല്ലെങ്കിൽ പാട്ട് അങ്ങനെയൊക്കെ നമ്മളെ കൊണ്ട് പഠിപ്പിക്കാനും അച്ഛൻ നല്ലപോലെ അതിനുള്ള കഴിവുള്ളതുകൊണ്ടും പഠിത്തമുള്ളതുകൊണ്ടും നമ്മൾ ആ ഒരു രീതിയിലായിരുന്നു. പക്ഷേ എന്നിരുന്നാൽ പോലും അടിയും വഴക്കും ഏതു സമയവും ഉണ്ട്. എപ്പോഴും ഉള്ള കാര്യം അമ്മയ്ക്ക് സഹിച്ച് വയ്യായിരുന്നു. അങ്ങനെ പക്ഷേ എൻ്റെ അനിയത്തിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ അച്ഛന്. പക്ഷേ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഏത് സമയം അമ്മ അടിക്കുന്നു എന്നുള്ളൊരു പ്രശ്നമാണ്. ഇങ്ങനെ ആയി അച്ഛന് പിന്നീടായപ്പോൾ എൻ്റെ കൂടെ ഭയങ്കര സ്നേഹം. അതുവരെ എൻ്റെ കൂടെ സ്നേഹം ഇല്ലായിരുന്നു. ഒരു 3 മാസം അടുപ്പിച്ച് വന്നപ്പോൾ എൻ്റെ കൂടെ വലിയ സ്നേഹമായി. അപ്പോൾ എനിക്ക് സ്നേഹം കിട്ടാതിരുന്നതായിരുന്നു അച്ഛൻ്റെ നിന്ന്. അപ്പോൾ പെട്ടെന്ന് കിട്ടിയപ്പോൾ എനിക്ക് വലിയൊരു സന്തോഷം. കാരണം എൻ്റെ അച്ഛൻ എന്നെ സ്നേഹിച്ചല്ലോ എന്നുള്ള ഒരു സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് വേറൊരു രീതിയിലായിരുന്നു എന്ന് എനിക്ക് അറിഞ്ഞുകൂടിയിരുന്നു. അമ്മയെപ്പോലെ ആയിരുന്നു എന്നെ കണ്ടിരുന്നത് എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. അമ്മ അച്ഛൻ്റെ അടി സഹിക്കാൻ വയ്യാതെ അമ്മ ഒരു വീട്ടിൽ അച്ഛൻ്റെ കൂടെ ആരുടെയും പറയാതെ ജോലിക്ക് പോയി. എന്നിട്ട് അവിടെ നിന്ന് കേസ് കൊടുത്ത അച്ഛന്. അപ്പൊ ഇത് മോശമായ പെരുമാറ്റം അച്ഛൻ അപ്പോഴ് ഈ അച്ഛന് കേസ് അല്ലാതെ കൊടുത്തു. അമ്മ അടിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കൊടുത്തപ്പോൾ അച്ഛൻ അത് ഭയങ്കരമായ ഇഷ്യൂ ആയി. അച്ഛൻ എന്തോന്നു, ഞങ്ങൾക്ക് വിഷം വാങ്ങിച്ച് വെച്ചിട്ട് ഇനി നിങ്ങൾ ജീവിക്കണ്ട, മരിക്കാനുള്ളത് നോക്കണം. അപ്പൊ ഇത് അമ്മ അറിഞ്ഞപ്പോ പോലീസ് അന്ന് 6 പഠിക്കുന്നു. എന്നിരുന്നാലും നമ്മൾ വലിയ എല്ലാ ഏരിയയിലെ ഏറ്റവും വലിയൊരു എന്ത് പ്രോഗ്രാം വന്നാലും ഏറ്റവും കൂടുതൽ മാർക്ക് അല്ലെങ്കിൽ പ്രൈസ്
എന്തും വാങ്ങിച്ചുകൊണ്ട്. അപ്പോൾ എൻ്റെ അച്ഛനെ കുട്ടൻ എന്നാണ് വിളിക്കുന്നത്. കുട്ടൻ്റെ മക്കൾ എവിടെയും താരമാണ് എന്നൊക്കെയുള്ള ആ ഒരു ഇതും നമുക്ക് പഠിക്കാനുള്ള കഴിവും എവിടെ ചെന്നാലും ആ ഒരു ഇതും ഉണ്ടായിരുന്നു. പക്ഷെ അച്ഛൻ്റെ ഇതൊന്നും നമ്മൾ ആരോടും പുറത്ത് പറയാറില്ല. നമ്മൾ അവിടെ ഉള്ളിലൊതുക്കി അങ്ങ് കഴിഞ്ഞുകൊണ്ട് വന്നു. എന്നാൽ അന്നൊക്കെ നാട്ടുകാർ നല്ല സ്നേഹമായിരുന്നു, വേറെ പ്രശ്നം. പക്ഷെ അച്ഛനെ ആർക്കും ഇഷ്ടമില്ല. അച്ഛൻ അവരെയൊക്കെ ചീത്ത വിളിക്കാറുണ്ട്. അങ്ങനെ പല വൃത്തികേടെന്ന് വെച്ചാൽ തുണി ഇല്ലാതെ വരെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക, അങ്ങനെയൊക്കെ ഉള്ള ബോധമില്ല, വഴിയിൽ കിടക്കുക, അങ്ങനെയൊക്കെ ഉള്ള ഒരു പ്രശ്നമുള്ളവരാണ്. പിന്നെ ഉപദ്രവിക്കുമെന്ന് വെച്ചാൽ കൊല്ലുന്ന തരത്തിൽ ഉപദ്രവിക്കും. വായിനകത്ത് കൈവരയിട്ട് വലിച്ച് എൻ്റെ അമ്മയെ കൊല്ലാൻ വരെ ശ്രമിച്ചു. അതെല്ലാം അമ്മ സഹിച്ച് അയാളുടെ 12 വർഷം ജീവിച്ച് 12 വർഷം ജീവിച്ചു. ഇതുപോലെ അമ്മ ഇറങ്ങിപ്പോയതിന് ശേഷം എന്നോട് അപമര്യാദയായിട്ട് പെരുമാറി. വായിനകത്തൊക്കെ വിരളൊക്കെ ഇടുക, അല്ലെങ്കിൽ എൻ്റെ ദേഹത്ത് തടവുക. അപ്പം ഇതൊന്നും എനിക്ക്, അപ്പം ഞാൻ അമ്മ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മ ഇതുപോലെ അച്ഛൻ ഇനി സ്നേഹം കൊണ്ടാണോ എനിക്കറിയില്ല, അച്ഛൻ ഇങ്ങനെയൊക്കെ എന്നോട് പെരുമാറുന്നു എന്ന് പറഞ്ഞു. അപ്പം അമ്മ പറഞ്ഞു, മക്കളെ സ്നേഹം കൊണ്ടല്ല, അച്ഛൻ പലരോടും പലതായി ചെയ്തിട്ടുണ്ടെന്ന് അമ്മ അറിഞ്ഞിട്ടുണ്ട്. പിന്നെ മൃഗാദി വരെ, ഈ പക്ഷി മൃഗാദി വരെ അച്ഛൻ വെറുതെ വിടാറില്ല ഈ ഒരു കാര്യത്തിൽ. അപ്പം അതുകൊണ്ട് അമ്മയ്ക്ക് പേടിയായി. അമ്മ എന്ത് ചെയ്യുന്നു, എന്നോട് പറഞ്ഞ് എവിടെയെങ്കിലും ഒളിച്ചിരിക്കാൻ പറഞ്ഞു. ഞാൻ ഇത് എല്ലാവരോടും അറിയിച്ചിട്ട് ഒളിച്ചിരുന്നു. അച്ഛൻ ഇത് അറിഞ്ഞെന്നുള്ളതിൽ അച്ഛൻ എന്നെ കൊല്ലണം, ഇനി ജീവിച്ചിരിക്കാൻ പാടില്ല അവള് എന്നുള്ളതിൽ എന്നെ എല്ലായിടത്തും അന്വേഷിച്ച് എന്നെ കിട്ടിയില്ല. എന്നിട്ട് അമ്മ പോലീസിൽ പരാതി പറഞ്ഞെന്നും പറഞ്ഞ് ഒരു ജീപ്പ് നമ്മളെ വീട്ടിൻ്റെ മുകളിൽ വന്ന് നിന്ന്. അത് പോലീസല്ല, വെറുതെ ചരക്ക് വണ്ടി പോയത്. പേടിച്ച് അച്ഛൻ എടുത്തു ചാടി അച്ഛൻ്റെ വീട്ടിൽ പോയി. അപ്പം അവിടെ ആരും സഹകരിക്കില്ല. ഈ അച്ഛൻ ഈ കുടിയും ബഹളവും ഒക്കെ ആയതുകൊണ്ട് ആരും സഹകരിക്കാറില്ല. അപ്പം അച്ഛൻ്റെ അമ്മയും അന്ന് മിണ്ടിയില്ല. അച്ഛൻ അന്ന് 5 മണിയായപ്പോൾ, പിറ്റേന്ന് 5 മണിയായപ്പോൾ കയറി ആത്മഹത്യ ചെയ്തു. ഇങ്ങനെ ഒരു കാര്യം അറിഞ്ഞു. പിന്നെ എന്നെ ഒരുപാട് പേര് കുറ്റപ്പെടുത്തി, ഞാൻ കള്ളം പറഞ്ഞതാണ് അങ്ങനെയൊക്കെ. എന്നിട്ടും ഞാൻ പതറിയില്ല. കാരണം എനിക്ക് ഉറപ്പുണ്ട് ഞാൻ അങ്ങനെ, കാരണം എൻ്റെ അച്ഛൻ്റെ സ്നേഹം അനുഭവിക്കാൻ കിട്ടാത്തതിനും വിഷമമുണ്ട്. അപ്പം അതുകൊണ്ട് എൻ്റെ അമ്മ എപ്പോഴും തണലായിരുന്നു എൻ്റെ കൂടെ. മോനെ അതൊന്നും വിശ്വസിക്കേണ്ട, അങ്ങനെ ഒന്നുമില്ല, മാനസികമായിട്ട് വേറെ ഒന്നും ആലോചിക്കരുത്, പഠിത്തത്തിൽ എപ്പോഴും ശ്രദ്ധിക്കുക എന്നൊക്കെ ഉള്ള ഒരു. പക്ഷെ അപ്പോഴത്തൊട്ട് നമ്മൾ വെറും ഒറ്റപ്പെട്ട പോലെ ആയിപ്പോയി. ആരും സഹകരിക്കൂല ഞങ്ങളോട്. എന്നെ ആ ഒരു കണ്ണിൽ എല്ലാവരും കണ്ടു തുടങ്ങി. അച്ഛൻ അങ്ങനെ ആയതല്ലേ എന്നുള്ള കണ്ണിൽ കണ്ടു. അപ്പം അമ്മയ്ക്ക് പേടിയായി. ഈ 2 പെൺപിള്ളേരും അമ്മാമ്മയും ഞാനും ഈ അമ്മയും മാത്രമേ ഉള്ളൂ. അപ്പം അമ്മയ്ക്ക് ഒരുപാട് പേടിയായി. എന്നാലും അമ്മ ഒരുപാട് ജോലിയൊക്കെ ചെയ്ത് പറ്റത്തില്ല, എങ്ങനെയെങ്കിലുമൊക്കെ കഴിഞ്ഞ് പോകുന്ന ആ ഒരു ഇതിലായിരുന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞ്, അപ്പോൾ നീ 2ാം വിവാഹം കഴിക്കുന്നതാണ് നല്ലത്, കാരണം ഇവിടെ ഇങ്ങനെ കിടന്നാൽ ശരിയാവില്ല, കുട്ടികളെയൊക്കെ ആരെങ്കിലുമൊക്കെ ഉപദ്രവിക്കും എന്നുള്ളത് പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് ഇഷ്ടമില്ല. എന്നിരുന്നാലും ഒന്ന് നോക്കാമെന്നുള്ളതിൽ ചെയ്തു. അപ്പോൾ അതിനെ 2ാമതൊരാൾ വരികയും അമ്മ വിവാഹത്തിന് സമ്മതിക്കുകയും ചെയ്തു. അപ്പം ഞങ്ങൾക്ക് അത്ര ഇഷ്ടമല്ല, കാരണം അമ്മയുടെ സ്നേഹം, ഇനി അമ്മയേ ഉള്ളൂ, അമ്മയുടെ സ്നേഹം വേറെങ്ങും പോവരുത് എന്നുള്ളൊരിതായി. പിന്നീട് ഇപ്പം ഞാൻ അങ്ങ് സമ്മതിച്ചു, കാരണം അമ്മയുടെ അവസ്ഥ എനിക്ക് മനസ്സിലാവും. അപ്പം അതുകൊണ്ട്. പക്ഷെ എൻ്റെ അനിയത്തി വാശിയാണ് അവൾ. അന്ന് എത്ര പ്രായമുണ്ടെന്ന് പറഞ്ഞ? അന്ന് എൻ്റെ അച്ഛൻ മരിക്കുമ്പോൾ ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അത് കഴിഞ്ഞ് ഈ കല്യാണം തന്നെ 4 വർഷം കഴിഞ്ഞാണ്. അച്ഛൻ മരിച്ച 4, അതുവരെ അവർ ഞങ്ങൾക്ക് വേണ്ടി നിന്നു. പറ്റാത്തത് കൊണ്ട് അപ്പം എനിക്കത് മനസ്സിലാവും. പക്ഷെ എൻ്റെ കുഞ്ഞനിയത്തിക്ക് അവൾക്ക് അതൊന്നുമല്ല. അവൾ അമ്മയെ വേണം, അമ്മ പോകാൻ പാടില്ല, അമ്മ ഞങ്ങൾക്കുള്ളതാണ്, വേറൊരാൾക്ക് അമ്മ സ്നേഹം കൊടുക്കാൻ പാടില്ല എന്നതായിരുന്നു പ്രശ്നം. അപ്പം അമ്മ കല്യാണം കഴിഞ്ഞ് പോയപ്പോൾ അവൾക്ക് ഭയങ്കരമായ വിഷമങ്ങൾ വന്നു, ഒറ്റപ്പെടലുകൾ, നമ്മൾ അമ്മൂമ്മയുടെ അടുത്ത് തന്നെ ജീവിക്കുക എന്നും പറഞ്ഞ് അമ്മ നോക്കാതെ പോയില്ല. അമ്മ വീണ്ടും പഴയതുപോലെ ഞങ്ങളെ ജോലി ചെയ്ത് തന്നെയാണ് അവിടെ ചെന്നൊരു സുരക്ഷിതം. കല്യാണം കഴിച്ചപ്പോൾ നിങ്ങളെ വീട്ടിൽ അമ്മൂമ്മയുടെ കൂടെ വിട്ടിട്ട് അങ്ങോട്ട് പോയി. അപ്പം ഞങ്ങൾ തിരവറ്റിയായി. അയാൾക്ക് ആദ്യ ഭാര്യയിൽ 2 മക്കളുണ്ട്. അവരും നമ്മളെ പോലെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ അവരെ നല്ലതുപോലെ അവർ പഠിപ്പിച്ചു. ഞങ്ങൾ പഠിക്കുമായിട്ട് അവർ പഠിക്കില്ല. 100 വട്ടം എഴുതി 10ാം ക്ലാസ് 100, അല്ലെങ്കിൽ പ്രൈവറ്റായിട്ട് എഴുതി, അങ്ങനെ ഒരു നമ്മൾ ആദ്യ വർഷം ഞാൻ ജയിച്ച എനിക്ക് പാവത്തം വിചാരിച്ച് അവർ 15,000 രൂപ സീറ്റിന് പറഞ്ഞത്. എനിക്ക് 2 ടീച്ചർമാരും കൂടെ ചേർന്ന് അവർ 10,000 ഇട്ടിട്ട് 5,000 രൂപ എവിടെ നിന്നെങ്കിലും ഒപ്പിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. ഇയാളോട് ചോദിച്ചിട്ട് ഇയാൾ തന്നില്ല. ഞാൻ കാല് പിടിച്ചു. ഈ വർഷം എങ്ങനെയും ഞാൻ പോയി കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലും, എനിക്ക് പോട്ടെ, തൂപ്പ് ജോലി, എവിടെയെങ്കിലും ഒന്ന് എൻ്റെ സ്വന്തം കാലിൽ നിൽക്കാൻ എനിക്ക് കഴിയും. അപ്പം അമ്മയ്ക്കും അതൊരു ആശ്രയമാവും. പക്ഷെ തന്നില്ല. ഞാൻ പിന്നെ വേറൊരു കടയിൽ കയറി നിൽക്കുകയാണ് ചെയ്തത്. 15 വയസ്സായി കടയിൽ കയറി നിൽക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഇപ്പം എൻ്റെ കൂടെ ഇരിക്കുന്ന ഭർത്താവിൻ്റെ ചേട്ടനാണ് എന്നെ വിവാഹം കഴിക്കുന്നത്. അവിടെ വന്ന് കണ്ടതേ ഉള്ളൂ, അല്ല ഞാൻ തമ്മിൽ ഇഷ്ടമാണോ എനിക്ക് അയാൾ എനിക്കൊന്നും അറിയില്ല. ഈ സാധനങ്ങൾ വാങ്ങുന്ന എല്ലാവരിലും ഒരാൾ
അവിടെ വന്ന് എന്നെ കണ്ട ഉടനെ എൻ്റെ അവിടെ നിൽക്കുന്ന ഒരു ചേച്ചി ഇയാളുടെ ബന്ധുവാണ്. അപ്പോൾ ഇവരുടെ ചോദിച്ച് എൻ്റെ അമ്മ ആരാണ് ഏതാണെന്നൊക്കെ ചോദിച്ച് എൻ്റെ അമ്മയെ ചെന്ന് കണ്ടു. അപ്പം അമ്മ പറഞ്ഞു അവൾ കുട്ടിയാണ്, 15 വയസ്സേ ആയുള്ളൂ, അപ്പോൾ അവളെ ഇപ്പോഴൊന്നും അയക്കുന്നില്ല എന്ന് പറഞ്ഞു. അത് സാരമില്ല, ഞാനല്ലെങ്കിൽ എനിക്കങ്ങ് ഭയങ്കര ഇഷ്ടമായി, അല്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്തുകളെ അതാണ്. എന്നിട്ട് അമ്മയെ അറിയിച്ച് ഈ ഭർത്താവിൻ്റെ അമ്മ വന്ന് എൻ്റെ അമ്മയെ അങ്ങോട്ട് നടക്കാൻ ശ്രമിക്കില്ല, ഇങ്ങോട്ട് നടക്കാൻ, ഇത് തന്നെയാണ് ജോലി. അവസാനം അമ്മ പറഞ്ഞു എങ്കിൽ ഒരു കാര്യം, എനിക്കൊന്നും ഇപ്പോഴൊന്നും ഒന്നും തരാനൊന്നുമില്ല, എനിക്ക് ഇല്ലാത്തത് കൊണ്ടാണ് എൻ്റെ കുട്ടികൾ പഠിക്കാതെ പോലും പോയതെന്ന്. അപ്പം ഈ സമയം എൻ്റെ അനിയത്തി പഠിക്കുകയാണ്, നല്ല പഠിക്കുകയാണ് അവൾ എല്ലാത്തിനും നല്ലപോലെ പഠിക്കണം. അപ്പം ഞാൻ വിചാരിച്ചു അവളെങ്കിലും ഇപ്പം എൻ്റെ ജീവിതം തുലഞ്ഞാലും പ്രശ്നമില്ല, എൻ്റെ അനിയത്തി ജീവിക്കുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞ അമ്മ സമ്മതിച്ചോ, എനിക്കിഷ്ടമാണ്. എന്നെ പെണ്ണ് കാണുന്ന ഈ അമ്മയായിട്ട് കൂടി കാണുന്നത് ഞാൻ ആശുപത്രി കിടക്കുമ്പോഴാണ്. എൻ്റെ നട്ടല് പഴുത്തുപോയി. അപ്പം ഈ നട്ടല് പഴുത്തിരിക്കുന്ന സമയമാണ് എന്നെ കാണാൻ വരുന്നത്. അപ്പോൾ ഈ ഓപ്പറേഷൻ ചെയ്ത് ഒരാഴ്ചയ്ക്കകം കല്യാണം വേണമെന്ന് പറഞ്ഞു. ഒരു ചെറിയ വീട്ടിൽ നമ്മളെ ബന്ധു തന്നെ അകന്നൊരു ബന്ധുവിൻ്റെ വീട്ടിൽ വെച്ചിട്ട് ഈ കല്യാണം പോലെ ഒരു പന്തലൊക്കെ ചെറുതായിട്ടൊന്ന് കെട്ടി അന്ന് രജിസ്റ്റർ ചെയ്യാൻ പറ്റത്തില്ലല്ലോ, ഒരു 2-3 ആളുകളെ വെച്ച് എന്നെ അങ്ങ് കല്യാണം കഴിപ്പിച്ച് അവരെ വീട്ടിലോട്ട് വിട്ടു. അവിടെ ചെന്നു. അപ്പോഴേ മുമ്പേ കൂട്ടി പറഞ്ഞിരുന്നു 18 വയസ്സാവാതെ അവർ തമ്മിലുള്ള ഒരു ബന്ധവുമില്ല, അമ്മയുടെ അടുത്ത് മോള് കിടക്കണം എന്നുള്ളതിൽ അന്ന് തൊട്ടേ അങ്ങനെയാണ് കിടന്നു വന്നത്. അപ്പം അവിടെ ചെന്നിട്ട് വിരുന്തോണിന് ഞാൻ തിരിച്ച് ഒരാഴ്ച കഴിഞ്ഞ് ഇവിടെ വന്നിട്ട് വീട്ടിൽ പോയപ്പം പെട്ടെന്ന് എൻ്റെ അമ്മാവിക്കൊരു വയ്യായിക. അപ്പം എനിക്കറിഞ്ഞൂടാ, ആദ്യമായൊരു വീട്ടിൽ ചെല്ലണേ, എനിക്ക് ഈ ജീവിതം എന്താണെന്ന് അറിഞ്ഞൂടാ, ഒന്നും അറിഞ്ഞൂടാ, എന്താ ആഹാരം പാചകം ചെയ്യാൻ പോലും അറിഞ്ഞൂടാ, ഒന്നും അറിഞ്ഞൂടാ. അപ്പോൾ അവർ വയ്യാതായപ്പോൾ എനിക്കങ്ങ് പേടിയായി, ഈശ്വരോ ഇനി എന്തുവാ ഒന്നും അറിയാം. അപ്പം പെട്ടെന്ന് തന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രി പോയപ്പോൾ പറഞ്ഞ അറ്റാക്കിൻ്റെ ആരംഭമാണ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അപ്പോൾ ആരുടെ കയ്യിലും പൈസയില്ല, ഈ അനിയൻ്റെ കയ്യിലും പൈസയില്ല, ചേട്ടൻ്റെ കയ്യിലും പൈസയില്ല, ഒന്നുമില്ല. അപ്പോൾ ഇവർക്ക് ബ്ലഡെല്ലാം ചെക്ക് ചെയ്ത് എടുത്ത് വെച്ചേക്കുക, അത് കട്ട പിടിച്ച് പോകുന്നു, എന്നെ ഡോക്ടർ വഴക്ക് പറയുന്നു, എന്തെങ്കിലും ചെയ്യുക, എൻ്റെ കയ്യിലും പൈസയില്ല. അപ്പോൾ ഞാൻ പെട്ടെന്ന് അമ്മയെ വിളിച്ചിട്ട് പറഞ്ഞു അമ്മ ഇങ്ങനെ അമ്മാവിക്ക് വയ്യ, ഞാൻ ഈ മാലയൊന്ന് പണയം വെച്ചു. അപ്പം അമ്മ പറഞ്ഞു അത് നിൻ്റെ ഇഷ്ടം, നിനക്ക് തന്നത് നീ എന്തോ ചെയ്യുക, അമ്മളോട് ചോദിക്കേണ്ടെന്ന്. ഞാൻ അപ്പോൾ തന്നെ അതിനെ അവിടെ കൊണ്ടുവന്ന് പണയം വെച്ചിട്ട് അന്നത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അപ്പം എൻ്റെ ഭർത്താവ് എന്തോ ചെയ്യുക, ഇതിൽ നിന്ന് എടുത്തുകൊണ്ട് പോയി അത്യാവശ്യം എന്ന് പറഞ്ഞ് കുടിക്കുക. ഞാനിതറിയുന്നില്ല, കുടിക്കുവാണ്. അപ്പം അനിയനും കൂടെയുണ്ട്, അവർക്കെല്ലാം ആഹാരം വേണം, അപ്പോൾ ഇവരെ ചിലവ് എല്ലാം കൂടെ ഉണ്ട്. അത് കഴിഞ്ഞ് പിറ്റേന്ന് എനിക്ക് നട്ടൽ വീണ്ടും പഴുക്കാൻ തുടങ്ങി, ഈ സ്റ്റെപ്പൊക്കെ കയറി ഇറങ്ങി. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, എൻ്റെ അമ്മയോട് പറഞ്ഞു ഇന്നത്തേക്ക് ഇവരുടെ അടുത്ത് നിൽക്കുക, ഞാൻ വീട്ടിൽ പോയി ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് ബാക്കി പൈസ അമ്മയുടെ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു ഇദ്ദേഹത്തിൻ്റെ കൊടുക്കരുത്, കാരണം ഞാൻ അന്ന് ചെന്നടം തൊട്ട് ഇദ്ദേഹത്തിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ അറിഞ്ഞു. കാരണം കള്ളനാണ്, പലയിടത്തും നിന്ന് പല ഓട്ടോ ഓട്ടിപ്പാണ് മെയിൻ ജോലി. അപ്പോൾ ഓട്ടോറിക്ഷകൾ RC ബുക്ക് എടുത്തുകൊണ്ട് പോയി വിൽക്കുക, അല്ലെങ്കിൽ ആട്ടോ വിൽക്കുക, അല്ലെങ്കിൽ മുക്കുവണ്ടം വിൽക്കുക, ഇതൊക്കെയാണ് തൊഴിൽ. ഇതൊന്നും അറിഞ്ഞില്ല. അപ്പം ഞങ്ങളെ സാഹചര്യം, ഞങ്ങൾക്ക് തിരക്കാനാരില്ല, ഒന്നുമില്ല, എങ്ങനെയെങ്കിലും അങ്ങ് പോവുക എന്നുള്ള രീതിയിൽ പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ പൈസ അമ്മ കൊടുക്കരുത്, അമ്മയുടെ കയ്യിൽ തന്നെ വെച്ചേക്കണം എന്ന് പറഞ്ഞ് ഞാനിങ്ങ് വന്നു. ഇവിടെ വന്നിട്ട് ഞാൻ പിറ്റേന്ന് അവിടെ ചെന്നപ്പം പൈസയും കൊണ്ട് ആൾ മുങ്ങി. അവസാനം ഈ പൈസ ഒന്നുമില്ല. അവിടെ നിന്ന് പിന്നെ പേര് വെട്ടി, പൈസ ഇല്ലാത്തത് കൊണ്ട് പേര് വെട്ടി പാലോട് ആശുപത്രിയിലാക്കിയിട്ട് അവിടെ നിന്ന് ശരിയായി അവരെ വീട്ടിൽ കൊണ്ടുവന്നപ്പോഴത്തേക്ക് എനിക്ക് നട്ടല് പുഴു വന്നു. എന്നെ ആരും ശുശ്രൂഷിക്കാനില്ല, കുഞ്ഞ്. അപ്പൊ അമ്മയൊന്നും വരില്ല. അയാൾ ഓട്ടോ ഓടിക്കുന്നതാണ് അയാളുടെ ജോലി. അയാൾ ജോലി ഓട്ടം പോകത്തില്ല, ഒരു ദിവസവും പോകത്തില്ല. പേരിന് പോവുക, അല്ലെങ്കിൽ വല്ലവരും ഓട്ടോ എടുക്കുക, കൊണ്ട് 2 ദിവസം ഓട്ടിക്കുക, അവരെ ഓട്ടോ വിൽക്കുക, അല്ലെങ്കിൽ അവരെ RC വെക്കുക. എന്ന് വെച്ചാൽ അധ്വാനിക്കാതെ പണക്കാരനാവണം, ഇതാണ് മെയിൻ ജോലി. അപ്പോൾ ഇതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാതെ ഞാനിവിടെ വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് ഇനി ശരിയാവൂല, എനിക്ക് നട്ടലും പഴുത്തു തുടങ്ങി, ഞാൻ ഇനി വീട്ടിൽ പോവുകയാണ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അമ്മയെ വിളിച്ചിട്ട് പറഞ്ഞു അമ്മ ഞാൻ വീട്ടിൽ വരികയാണ്, എനിക്കിനി ഇവിടെ നിൽക്കാൻ വയ്യ എന്ന് പറഞ്ഞു. അമ്മ എൻ്റെ അടുത്ത് വരികയാണ്. വന്നപ്പോഴത്തേക്കും ഈ അമ്മ പറഞ്ഞ് ചിലവിന് കൊടുക്കാൻ പറ്റുമെങ്കിൽ വീട്ടിൽ വരിക, ഇവളെയും കൊണ്ട് ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞാൽ അമ്മ എന്നെയും കൊണ്ടുവന്ന് വീട്ടിലാക്കി, അമ്മൂമ്മയുടെ അടുത്താക്കി. അപ്പോൾ എൻ്റെ അനിയത്തി അവിടെ ഇല്ല, അവൾ ഒരു ഹോസ്റ്റലിൽ നിൽക്കുകയാണ്. അപ്പം ഞാൻ അവിടെ വന്നിട്ട് പിറ്റേന്ന് രാവിലെ തൊട്ട് ഞാൻ പറഞ്ഞ് വരുമെന്ന് എനിക്ക് തോന്നണില്ല, എന്തായാലും രേഖയൊന്നുമില്ലല്ലോ, ഞാൻ എവിടെയെങ്കിലും കയറി നിന്ന് എൻ്റെ കാര്യം നോക്കാം എന്ന് പറഞ്ഞ് നിൽക്കേ ഭർത്താവല്ല വന്നത്, ഭർത്താവിൻ്റെ അനിയനാണ് വന്നത്. ഭർത്താവിന് വേണ്ട, കാരണം എൻ്റെ കയ്യിലുള്ളതെല്ലാം തീർന്ന് ഇനി കുറച്ചേ ഉള്ളത് തരൂല എന്നറിയാം, അതുകൊണ്ട് എന്നെ ഇനി വേണ്ട. ഭർത്താവിൻ്റെ അനിയ അപ്പം അവർക്കൊരു സഹതാപം തോന്നി, അവർ വന്നു. കാരണം ഞങ്ങളെ വീട്ടിൽ വന്ന് കയറിയൊരു പെണ്ണിനെ അങ്ങനെ അത് പാവപ്പെട്ടവരും അങ്ങനെ അഴിച്ചു കളയണ്ട, നിങ്ങൾക്ക് വയ്യെങ്കിൽ ഞാൻ ഏറ്റെടുത്തോളാം എന്ന് പറഞ്ഞ് അനിയൻ വരുന്നു. അപ്പം ഞാൻ പറഞ്ഞു എന്താ അത് ചേട്ടൻ വരത്തില്ല, ഇതുപോലെ ഞാൻ
നിന്നെ പൊന്നോല നോക്കിക്കോളാം എന്ന് പറഞ്ഞു. അതിനിടയ്ക്ക് എല്ലാം അറിഞ്ഞു കഴിഞ്ഞു, അയ്യോ അനിയൻ ഏറ്റെടുക്കാൻ പോവുകയാണ്, ഇവിടെ ഞാനൊന്നും അറിഞ്ഞില്ല. അപ്പോഴും ഞാൻ പറഞ്ഞു, അപ്പം എൻ്റെ അമ്മ പറഞ്ഞ് നീ അതിലോട്ടൊന്നും പോവരുത്. അപ്പം ഞാൻ പറഞ്ഞു, അമ്മയ്ക്ക് എന്നെ നോക്കാൻ കഴിയുമോ? അമ്മയ്ക്കിപ്പോൾ എൻ്റെ അനിയത്തിക്ക് നല്ല പഠിത്ത ചിലവുണ്ട്, അമ്മയ്ക്ക് എല്ലാം നോക്കി. അതുപോലെ തന്നെ ഞാനൊരു വിവാഹം കഴിച്ച് പോയൊരുത്തിയാണ്. ഇനി അതും ആളുകൾ പറയും. അനിയത്തി ഇപ്പം എന്ത് ചെയ്യുന്നു? അനിയത്തി മരിച്ചുപോയി മാഡം. അനിയത്തി ആത്മഹത്യ ചെയ്ത്. എന്താ കാര്യം? ഇതാണ് ഒറ്റപ്പെടലിന്റെ കാര്യമാണ്. അവക്ക് അതിനകത്തിരുന്ന് വീർപ്പുമുട്ടി, ആരുമില്ല സംസാരിക്കാൻ, എല്ലാവരും പല രീതിയിൽ കാണുന്നു. പുറത്തോട്ടിറങ്ങിയ പെണ്ണുങ്ങൾ പറയും, അവളത് അണിഞ്ഞൊരുങ്ങി പോകുന്നു. എന്തിനാണെന്നറിയില്ല. അവർക്കങ്ങ് ചുമ്മാ കഥകളുണ്ടാക്കി അങ്ങ് പറയുക, അതൊരു തിരക്കഥ പോലെ അങ്ങ് ഉണ്ടാക്കി അങ്ങ് പറയുക. അതില്ലെങ്കിൽ അയ്യോ പാവങ്ങൾ ജീവിച്ച് പോട്ട് എന്നല്ല. ഈ കൊച്ചിന് വീർപ്പ് മുട്ടിയിരുന്നു, അമ്മ വരുന്നില്ല, ആരുമില്ല. ഇപ്പം ഞാനും കല്യാണം കഴിഞ്ഞ് പോയേ, അപ്പം അവൾ ഒറ്റയ്ക്കാണ്. അപ്പം ഇവക്ക് ആരോടും സംസാരിക്കാനില്ല, ഒന്നുമില്ല. ഇങ്ങനെ ആയപ്പോഴത്തേക്ക് ഇവള് വാശി, അമ്മയുടെ വാശി, അമ്മ വരണം, അമ്മ വന്നില്ലെങ്കിൽ ഞാൻ ഇപ്പം ആരുടെയെങ്കിലും കൂടെ ഇറങ്ങിപ്പോവും, ഇന്ന ആളൊന്നുമില്ല, ആരുടെയും കൂടെ ഇറങ്ങിപ്പോവും. അപ്പം അമ്മ പറഞ്ഞു, മോളെ നീ നല്ല പഠിക്കുന്നില്ലേ, നീ പഠിക്കും, നിനക്ക് എവിടെ വേണോ അഡ്മിഷൻ വാങ്ങിച്ചു തരാം, നീ പഠിക്കുക. ഇല്ല അമ്മ, എനിക്ക് വരാൻ പറ്റുമോ? എത്ര വരെ പഠിച്ചു? അവൾ 9ാം ക്ലാസ് വരെ പഠിച്ച് 9ാം ക്ലാസ് നല്ല മാർക്കോടെ ജയിച്ച്. പിന്നെ ഒരു വിധത്തിൽ പോവില്ല. ഈ കുടുംബത്തിൽ വേറെ ആരെങ്കിലും സൂയിസൈഡ് ചെയ്തിട്ടുണ്ടോ? എൻ്റെ അച്ഛൻ, ഇപ്പം എൻ്റെ അനിയത്തി. ഞാൻ ശ്രമിച്ചിട്ടുണ്ട്, നടന്നിട്ട്. സൂയിസൈഡൽ ടെൻഡൻസി ഉണ്ടെന്ന് സംശയം. കാരണം ഒരു ആരുമേ ഇല്ലാത്ത അവസ്ഥ, ഒറ്റപ്പെടല്, അത് മാനസികമായ ഒരു ഇതാരുമില്ലല്ലോ, എവിടെ ഇറങ്ങി ചെന്നാലും ആരുമില്ലല്ലോ, ഒറ്റയ്ക്കാണല്ലോ എന്നൊരു തോന്നൽ. അപ്പോൾ എൻ്റെ അനിയത്തി അവളും ഈ അമ്മയുടെ വാശി വെച്ച് ആരാണെന്തോ ഒരു ഫോൺ വിളിച്ചു, അയാളുടെ ഇറങ്ങിപ്പോയി. അവിടെ ചെന്നപ്പോഴാണ് ആളിൻ്റെ രൂപമൊക്കെ കാണുന്നത്. അപ്പോൾ രൂപം കണ്ടപ്പം തിരിച്ച് വരണമെന്നുമുണ്ട്. പക്ഷേ കേസ് കൊടുത്തില്ലേ, ഇവിടെ നിന്ന് കേസ് കൊടുത്തു, നമ്മൾ ഇവിടെ കാണാനില്ല എന്ന് പറഞ്ഞ് കേസ് കൊടുത്തു. അപ്പോൾ പിന്നെ അമ്മയുടെ വാശി അവൾക്ക് താഴാനും വയ്യ, അവൾക്ക് മുന്നിട്ട് നിൽക്കണം. അപ്പോൾ അമ്മ ചെന്ന് കണ്ടപ്പോൾ അമ്മ പറഞ്ഞു, മോളും നീ വാ, ഇത് ശരിയാവില്ല, വാ എന്ന് പറഞ്ഞ് അവൾ ഒരു പേര് വരും. അമ്മ വരുമോ? ഞാൻ വരും, അല്ല ഞാൻ വരൂല, അല്ലെങ്കിൽ ഞാൻ ഇയാളെ കൂടെ പോകും, ആരാണതോ ഇയാളെ കൂടെ അങ്ങ് പോകും എന്ന് പറഞ്ഞു. അവസാനം അമ്മ പറഞ്ഞു, മക്കളെ അങ്ങനെ വന്നാൽ നമുക്ക് ഒട്ടും ആഴുമില്ല എന്നുള്ള തോന്നൽ വരും. മറ്റേ അമ്മയ്ക്കെങ്കിലും ഒരാളുണ്ടെങ്കിൽ അങ്ങനെ വലുതായിട്ട് ആരും ഒന്നും നമ്മളെ ഒന്നും പറയൂല. വേണ്ട, എനിക്ക് എൻ്റെ അമ്മ മാത്രം മതി, അമ്മ ഇയാളോട് സ്നേഹം കൊടുക്കണ്ട, അമ്മയ്ക്ക് ഞങ്ങളെ മാത്രം അമ്മ സ്നേഹിച്ചാൽ മതി എന്നുള്ള ഒരു മനസ്സിൻ്റെ, കൊച്ചായതുകൊണ്ട് ആ ഒരു മനസ്സിൻ്റെ. കാരണം അന്ന് 14 വയസ്സേ ആയുള്ളൂ. അവൾ ഒരു വ്യക്തി ജാമ്യത്തിൽ വിട്ട അവർ പറഞ്ഞാൽ കേൾക്കാതെ തിരിച്ച് അവൻ്റെ കൂടെ അങ്ങ് പോയി. പിന്നെ അമ്മ അതിൽ കൂടുതൽ എതിർത്തില്ല, കാരണം എന്തെങ്കിലും ചെയ്തു പോകുമോ എന്നുള്ള, കാരണം വാശി അത്രയ്ക്കാണ്. അമ്മ പിന്നെ ഒന്നും മിണ്ടില്ല. അമ്മ തിരിച്ച് വീണ്ടും ഇവരെ വീട്ടിൽ കയറ്റി. അപ്പം ഞാൻ പതുക്കെ ഒഴിഞ്ഞ് മാറിക്കൊടുത്തു. ഞാൻ വീട്ടിലുണ്ടായിരുന്നു, ഞാൻ പതുക്കെ ഒഴിഞ്ഞ് വാടക വീട്ടിൽ പോയി. എൻ്റെ കാര്യം കഷ്ടമാണ്. പിന്നെ രണ്ടാമത്തെ ആൾ സംശയം, ഇത് ജോലിക്ക് പോകില്ല, രണ്ടാമത്തെ ആളും അങ്ങനെയായി. നീ കല്യാണം കഴിച്ച് നേരെ ആ വീട്ടിൽ തന്നെയാണോ കൊണ്ടുപോയിട്ട് അവിടെ കിടക്കാൻ ശ്രമിക്കില്ല. നീ അനിയൻ്റെ കൂടെ പോയതല്ലേ, നീ ചേട്ടൻ്റെ കൂടെ ജീവിക്കാൻ പറ്റൂല എന്നും പറയും. എൻ്റെ ചെറുക്കം എന്തെങ്കിലും ചെയ്തു കളയുന്ന ഇവർ കിടന്ന് അലച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, നമുക്കൊരു വാടക വീടെടുത്ത് നമുക്ക് നമ്മളേതായ രീതിക്ക് അങ്ങ് മാറാം എന്ന് പറഞ്ഞു. ഇതും രജിസ്റ്റർ ചെയ്തില്ല, ഇതുവരെയും രജിസ്റ്റർ ചെയ്യാന്ന് വെച്ചാൽ രേഖകളൊന്നും അദ്ദേഹത്തിൻ്റെ കയ്യിലില്ല. ഞാൻ ഒരുപാട് ഞാൻ ശ്രമിച്ചു അതിനായിട്ട്. അപ്പം എൻ്റെ കയ്യിലെല്ലാം ഉണ്ട്, അദ്ദേഹത്തിൻ്റെ കയ്യിലൊന്നുമില്ല. അപ്പം ഇതെല്ലാം ഉണ്ടെങ്കിലല്ലേ നമുക്കൊരു രജിസ്റ്റർ ചെയ്യാൻ പറ്റൂ. അപ്പം ഇതൊന്നുമില്ല, ഇതിനായിട്ട് അവർ ശ്രമിക്കണമില്ല. ഈ സമയമാകുമ്പോൾ നിങ്ങൾക്ക് 18 വയസ്സായോ? എനിക്ക് ഇയാളോട് പോയതിന് ശേഷം ആയില്ല. ഞാൻ ആദ്യം ഞാൻ ഗർഭിണിയായപ്പോൾ എനിക്ക് 18 വയസ്സ് ആവാറായതേ ഉള്ളൂ, അതും ആയില്ല, ആവാറായതേ ഉള്ളൂ. അപ്പോൾ അമ്മ പിന്നെ ഒരു വർഷം ഈ ഇദ്ദേഹത്തിൻ്റെ കൂടെ ആയതുകൊണ്ട് വന്നില്ല എന്നെ നോക്കാനാ. കാരണം ഞാൻ പറഞ്ഞിട്ട് കേട്ടില്ലല്ലോ, ഞാൻ അവരെ സഹായിക്കുമായിരുന്നു. കാരണം എന്നെയും കൂടി നോക്കിയവർ മുഷിയണ്ട, ഞാൻ അയാൾ നോക്കുവാണെങ്കിൽ എനിക്ക് ഒരാളായിട്ട് നിൽക്കുമല്ലോ എന്നുള്ളതിൽ ഞാൻ എന്നെ നോക്കുവാണെങ്കിൽ അമ്മക്കുള്ളതും കുടിച്ച് ജീവിക്കാം എന്നുള്ളതിൽ എൻ്റെ കരിയർ എത്രയും പോയി. എനിക്കിനി ഒന്നുമില്ല, എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ടായിരുന്നു, എല്ലാം നഷ്ടപ്പെട്ടു. ഒരുപാട് ഞാൻ ഈ എന്താ പറയുക, ഒരുപാട് ഫ്രീഡത്തോടെ വളർന്നതാണ്. ഒന്നും ഇല്ലെങ്കിൽ പോലും പലയിടത്തും പോയി എടുത്തും ആൾക്കാരുമായിട്ടൊക്കെ പെട്ടെന്ന് അടച്ചു മൂടി ഇരിക്കുക എന്ന് പറയുമ്പോൾ അതൊരു വലിയ മനസ്സിനകത്ത് ദേഷ്യമോ അല്ലെങ്കിൽ അത് പുറത്ത് കാണിക്കണോ എന്നുള്ള ഒരു വികാരങ്ങളായിരുന്നു എനിക്ക്. അപ്പോഴേ എൻ്റെ ചേട്ടനാണെങ്കിൽ ഞാൻ പുറത്തിറങ്ങുന്ന ഇഷ്ടമല്ല, നീ പുറത്ത് ആരെ കൊണ്ടുപോകും ചേട്ടാ, നീ എന്നെ സിനിമ എല്ലായിടത്തും കൊണ്ടുപോകും, പക്ഷെ ഒരു പാവ പോലെ പോവുക, തിരിച്ച പാവ പോലെ തിരിച്ചു വരിക, അങ്ങോട്ട് നോക്കാൻ പാടില്ല. അതെത്തി വയസ്സായ ആളെ ആയിരുന്നപ്പോൾ അതാരാ, പിന്നെ അന്നത്തെ ദിവസം ഇത് തന്നെയായിരിക്കും. അങ്ങനെയൊക്കെ ഉള്ള അങ്ങനെയായി പട്ടിണിയായി, എങ്ങും പോകാനുള്ള ഒരിതില്ല, വീട്ടിൽ കയറി ചുമ്മാ കിടക്കുക,
സുഖമായിട്ട് അങ്ങ് ഉറങ്ങുക. ഞാൻ പറയും ഒരു നേരമെങ്കിലും നിങ്ങൾ പോയി, നമുക്ക് രണ്ടുപേർക്കായാലും കഴിയണ്ടേ, നമുക്ക് വേറെ ആരും ഇല്ലല്ലോ, നിങ്ങൾ പോവുക. ഞാൻ പോകുന്നില്ല. അല്ലെങ്കിൽ അന്നൊന്നും ഫോണൊന്നുമില്ല. ഫോൺ എന്തെങ്കിലും ആരെങ്കിലും വാങ്ങിച്ചു തന്നാൽ അപ്പം അടിച്ചു പൊട്ടിച്ചളയും. വേറെ കുഴപ്പം ദുശീലങ്ങളൊന്നുമില്ല, കുടിക്കൂല, അതൊന്നുമില്ല, ആരുടെ മിണ്ടൂല, വേറൊരു സ്ത്രീ ആയിട്ടും അങ്ങനെ ഒന്നുമില്ല. ഫോൺ അമ്മ വാങ്ങിച്ചു തന്നോ? ഫോൺ എനിക്ക് ഇപ്പം എൻ്റെ സഹോദരൻ, ഞാനിപ്പോൾ അത്യാവശ്യത്തിന് ഞാൻ ഒറ്റയ്ക്കാണ്, ചേട്ടൻ താമസിച്ച് വരുമെങ്കിൽ എനിക്ക് ചിലപ്പോൾ എൻ്റെ സഹോദരൻ എന്ന് വെച്ചാൽ എൻ്റെ അച്ഛൻ്റെ ആദ്യത്തെ ഭാര്യയിൽ 2 മക്കളുണ്ട്. അപ്പം അവർ അങ്ങനെ വരത്തില്ല. എന്നിരുന്നാലും എന്തെങ്കിലും പറയുകയാണെങ്കിൽ വാങ്ങിച്ചുകൊണ്ട് തരാം. നമ്മൾ പൈസ കൊടുത്താൽ ചിലപ്പോൾ മേടിച്ചുകൊണ്ട് തരും, അങ്ങനെ. അല്ലെങ്കിൽ പഴയ ഫോണോ അങ്ങനെ. ഈ പഴയ ചേട്ടന് മാത്രമേ എല്ലാം ആവാവൂ, എനിക്കായിക്കൂടാ. എനിക്കൊന്നെ എല്ലായിടത്തും നോക്കുക, അതിൽ എന്തെങ്കിലും റോങ് നമ്പർ ആയിരുന്നാലും അത് എൻ്റെ മണ്ടയെ കൊണ്ടുവയ്ക്കുക, എന്നിട്ട് അത് എടുത്ത് എറിയുക. ഇങ്ങനെയാണ്. അങ്ങനെ ഈ ജീവിതത്തിൽ ഒരു തമാശ. അപ്പം എല്ലാവരും പറയും പക്വതയില്ലാത്തതാണ്. അപ്പം ഞാനും പറയും ഞാനും പക്വതയില്ല. 15-ാം വയസ്സിലാണ് ഞാനും വന്നത്. എനിക്ക് കറി വയ്ക്കാനും ഇന്ന് അയാളെ ഏത് കാര്യവും നോക്കി കറിയും എന്ത് ഇഷ്ടമുള്ള എന്ത് കാര്യവും ഞാൻ വേവിച്ചും പറയ്ക്കും കൊടുത്ത് എൻ്റെ മോളെ നോക്കി ഞാൻ നോക്കാം. അപ്പം ഇത്രയും ഞാൻ പഠിക്കാമെങ്കിൽ അദ്ദേഹത്തിന് എന്നെ എൻ്റെ കൊച്ചിനെ നോക്കാൻ പറ്റാത്തത്?